ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അശ്വതി ഫ്രം ആലപ്പുഴ ടു കിവിലാൻഡ്. ഇപ്പം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്താണ്? സ്നോ, പിന്നെ ഭയങ്കര തണുപ്പ്, മഞ്ഞ് പെയ്യുന്നത്, വിൻ്റർ ക്ലോത്ത്സ്. പുറം രാജ്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നതോ ക്രിസ്മസിൽ മഞ്ഞ് ഒക്കെ ആണ് എന്നുള്ള രീതിയിലല്ലേ. പക്ഷേ ന്യൂസിലാൻഡ് ഇത്തിരി വ്യത്യാസമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ന്യൂസിലാൻഡിൽ ക്രിസ്മസ്, അതായത് എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് സമ്മറാണ്. ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ തന്നെ ഒരു സ്പ്രിങ് തുടങ്ങി, പിന്നെ ഡിസംബർ ആകുമ്പോഴത്തേക്കും ട്രാൻസിഷനിങ് ടു സമ്മറാണ്. എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്, എൻ്റെ എന്നല്ല, എനിക്ക് തോന്നുന്നു ന്യൂസിലാൻഡിലുള്ള പല ആൾക്കാരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീസണാണ് ഈ ക്രിസ്മസ് സീസൺ എന്ന് പറയുന്നത്. ബേസിക്കലി ബിക്കോസ് നമുക്ക് വീട്ടിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും കളർഫുൾ ആയിട്ടുള്ളൊരു വെതർ എവിടെയും കാണത്തില്ല. എവിടെ നോക്കിയാലും പൂക്കളാണ്. എല്ലാ ചെറിയ ചെറിയ വീഡ്സ് പോലും, അതായത് റോഡ് സൈഡിൽ നമ്മൾ ചിലപ്പോൾ പുല്ല് പോലെ ഇങ്ങനെ നിൽക്കുന്ന, നമുക്ക് വേസ്റ്റാണ് എന്നുള്ള തോന്നുന്ന ആ ചെടികളിൽ പോലും കളർഫുൾ ആയിട്ടുള്ള പൂക്കളാണ് പൂക്കുന്നത്. അത് കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാമോ. അതല്ലാതെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഷട്ട് ഡൗൺ ആണ്. എല്ലാവർക്കും 2-3 ആഴ്ചയുടെ ക്രിസ്മസ് ബ്രേക്ക് ഉണ്ട്. പിന്നെ രാത്രി ഒരു 9-9:30 വരെയൊക്കെ ആണെങ്കിൽ ഇരുട്ടത്തില്ല. അപ്പം നമുക്ക് ജോലി കഴിഞ്ഞ് വന്നാലും നമുക്ക് വൈകുന്നേരം ലോങ്ങർ ഡേയ്സ് ആണ്. നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനും നമുക്ക് പുറത്ത് നടക്കാൻ പോകാനും ഇവിടെ അങ്ങനെ ഒരു ഒരു നല്ലൊരു ഹാപ്പിനെസ് ആയിട്ടുള്ള ക്രിസ്മസിൻ്റെ ഹാപ്പിനെസ് അത്രയ്ക്ക് കണ്ടേജിയസ് ആണ് ഇവിടെ. ഇത്രയും പ്ലെസൻ്റ് ആയിട്ടുള്ള വെതർ, ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മറിൽ ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ന്യൂസിലാൻഡിൽ തീർച്ചയായിട്ടും വരണം. ഞാൻ ഗ്യാരണ്ടി തരാം, ഇത്രയും ബെസ്റ്റായിട്ടുള്ള ഒരു വെതർ വേറെ എവിടെയും കാണത്തില്ല. ഇത്തിരി ചൂടാണ്, പക്ഷെ നമുക്കതല്ലേ ഒരു ഡിഫറൻസ്. എല്ലാവരും തണുപ്പ് ആഘോഷിക്കുമ്പോൾ നമുക്ക് ചൂടിലോട്ടും, എല്ലാവരും ചൂടിലിരിക്കുമ്പോൾ നമുക്ക് തണുപ്പും, അല്ലേ? താങ്ക് യു സോ മച്ച്.